ഫാരിസ് ഒരു പക്കാ ലോക്കൽ പയ്യനാണ്. ഫർസാന തന്റെ ലോകത്ത് ജീവിക്കുന്ന ഒരു ചുറുചുറുക്കുള്ള പെൺകുട്ടി. ഇവർ തമ്മിൽ പരിചയപ്പെടാൻ വലിയൊരു കാരണമുണ്ടായിരുന്നു. ഒരു തെറ്റായ ഫോൺ കോൾ. ഒരു ദിവസം രാത്രി തന്റെ സുഹൃത്തിന് അയക്കാൻ വെച്ച വോയിസ് മെസ്സേജ് ഫാരിസിന് മാറിപ്പോയി. അത് ചെന്നെത്തിയത് ഫർസാനയുടെ ഫോണിലാണ്. ഡാ, നാളത്തെ പരിപാടിക്ക് കറുത്ത ഷർട്ട് ഇടണോ അതോ നീലയോ എന്നായിരുന്നു ഫാരിസിന്റെ ചോദ്യം. തിരിച്ചു വന്ന റീപ്ലേ ഫാരിസിനെ ഞെട്ടിച്ചു. നിനക്ക് കറുപ്പാണ് ചേരുന്നത്, പക്ഷേ നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ആ ഒരു മെസ്സേജിൽ നിന്ന് തുടങ്ങിയ തർക്കം പിന്നീട് നീണ്ട സംസാരങ്ങളിലേക്കും സൗഹൃദത്തിലേക്കും വഴിമാറി. ഫോണിലൂടെയുള്ള ആ സംസാരത്തിനിടയിൽ അവരൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഇരുവരും താമസിക്കുന്നത് അടുത്തടുത്ത ഗ്രാമങ്ങളിലായിരുന്നുവെന്ന്. കണ്ടുമുട്ടാൻ അവർ തീരുമാനിച്ചു. പക്ഷേ അവിടെയാണ് ആദ്യത്തെ ട്വിസ്റ്റ് നടന്നത്. രണ്ടുപേരും ഒരു കഫേയിൽ വെച്ച് കാണാൻ തീരുമാനിച്ചു. ഫർസാന ഒരു പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. അവൾ പറഞ്ഞ വേഷമല്ല അന്ന് ധരിച്ചിരുന്നത്. ദൂരെ നിന്ന് ഫാരിസിനെ നിരീക്ഷിക്കുകയായിരുന്നു അവള്. ഫാരിസ് അവിടെ വന്ന് ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ട് അവൾക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഫാരിസിന്റെ ഫോൺ ബെല്ലടിച്ചു. ഫർസാനയാണ്. ഫാരിസ്, ഞാനിതാ നിന്റെ തൊട്ട് പിന്നില്. ഫാരിസ് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് തന്റെ കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടിയെയാണ്. സത്യത്തില് അവർ ഒരേ കോളേജിലായിരുന്നിട്ടും പരസ്പരം ശ്രദ്ധിച്ചിരുന്നില്ല. ആ തിരിച്ചറിവ് രണ്ടുപേരും ചിരിപ്പിച്ചു. അന്ന് തുടങ്ങിയ ആ ബന്ധം പിന്നീട് ആഴത്തിലുള്ള പ്രണയമായി മാറി. പലപ്പോഴും അവർ തല്ലുകൂടും, പിണങ്ങും. പക്ഷേ ആ പഴയ റോങ് നമ്പർ മെസ്സേജാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചതെന്ന് അവർ ഇന്നും ചിരിയോടെ ഓർക്കുന്നു. ഒടുവില് ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ ഒന്നിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫാരിസിന്റെയും ഫർസാനയുടെയും നിക്കാഹിന്റെ തലേ ദിവസം വീടുകളിൽ ഒപ്പനയും പാട്ടും ചിരിയുമായി ആഘോഷം തകർക്കുകയാണ്. പക്ഷേ പെട്ടെന്നാണ് ആ വാർത്ത ഫാരിസിന്റെ കാതിലെത്തിയത്. ഫർസാനക്ക് നൽകാൻ വെച്ചിരുന്ന സ്വർണ്ണമുദ്രം കാണാനില്ല. ഫാരിസ് ആകെ പരിഭ്രമിച്ചു. സുഹൃത്തുക്കളായ അലി, അൻവർ, അക്ബർ എന്നിവരെയും കൂട്ടി അവൻ ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കി. പക്ഷേ എവിടെയും മോതിരമില്ല. ഫർസാനയോട് എന്ത് പറയുമെന്നോർത്ത് ഫാരിസിന്റെ നെഞ്ചിടിപ്പ് കൂടി. ഒടുവിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഫർസാനയുടെ മെസ്സേജ് വന്നത്. ഫാരിസ്, പേടിക്കണ്ട, മോതിരം എന്റെ കയ്യിലുണ്ട്. ഇത് കേട്ടപ്പോ ഫാരിസ് ഞെട്ടിപ്പോയി. സത്യത്തിൽ നടന്നതായിരുന്നു. തലേ ദിവസം ആഭരണങ്ങൾ കാണിക്കാൻ വന്നപ്പോ ഫർസാന വെറുതെ ആ മോതിരം ഒന്ന് വിരലിട്ട് നോക്കി. പിന്നീട് അത് തിരികെ വെക്കാൻ മറന്നുപോയി. ഫാരിസിനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി അവളത് രഹസ്യമായി വെച്ചതായിരുന്നു. അങ്ങനെ നിക്കാഹിന്റെ ദിവസം അതിമനോഹരമായി വസ്ത്രം ധരിച്ച് ഫാരിസ് എത്തിയപ്പോ ഫർസാന ആ പഴയ റോങ് നമ്പർ മെസ്സേജ് ഓർമ്മിച്ചുകൊണ്ട് അവനെ കളിയാക്കി. കണ്ടോ, അന്ന് കറുത്ത ഷർട്ട് ഇടാൻ പറഞ്ഞുകൊണ്ടാ ഇത്രയും സുന്ദരനായി വന്നത്. ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു. കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ അവർ ഒന്നായി. അങ്ങനെ ആ പഴയ ഒരു തെറ്റായ ഫോൺ കോളിൽ നിന്ന് തുടങ്ങിയ കഥ ഒരു വലിയ സ്നേഹബന്ധമായി മാറി. ഇന്നും ആ മോതിരം കാണാതായ കഥ പറഞ്ഞ് അവർ പരസ്പരം കളിയാക്കാറുണ്ട്. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുവാനും മറക്കരുത്.